എന്താ മോളെ 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 എന്ത് പറ്റി മോളെ? നാണിയമ്മേ ഒന്നിങ്ങ് ഓടി വന്നേ. എന്താ വിളിച്ചപ്പാടെ? തങ്കമണി പെട്ടെന്ന് മയങ്ങി വീണു. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മോളെ തങ്കമണി തങ്കമണിക്ക് വയറ്റിലുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ പോട്ടെ മോളെ. നീ വിഷമിക്കണ്ട മോളെ, ഇതും ഒരു കണക്കിന് നല്ലതാണ്. ഞാൻ മുതലാളിയോട് ചെന്ന് പറയാം, എവിടെയും നിന്റെയും കല്യാണം ഉടനെ നടത്തണമെന്ന്. പക്ഷേ എന്നെ നശിപ്പിച്ചത് ശിവേട്ടനല്ല, പിന്നെ അച്ഛന്റെ ദൈവം, ആ മുതലാളി. വെളിച്ചപ്പാട് കുടിക്കൂ, എന്നിട്ട് സമാധാനമായി ആലോചിക്കൂ. മതി, കുടിച്ചെടുത്തോളം മതി. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ എനിക്ക് സമാധാനമാകൂ. തങ്കമണി ഗർഭിണിയാണെങ്കിൽ അനുയോജ്യനായ ഒരുത്തൻ അവളെ വിവാഹം കഴിക്കും. നമ്മുടെ തങ്കപ്പനുണ്ടല്ലോ, അവൻ നല്ലവനാ. തങ്കമണി എന്ന് വെച്ചാൽ അവന് ജീവനാ. ഞാൻ അവനോട് പറയാം. തങ്കപ്പനെ ഏൽപ്പിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്, നീ എനിക്ക് ഒന്ന് വാക്കിനെ പറ്റി ചോദിക്കാനാണ്. ആ ഒറ്റ വിശ്വാസത്തിൽ നീ ചെയ്ത എല്ലാ കൊള്ളരായ്മയ്ക്കും കൂട്ടിട്ടവനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ എന്നോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അന്ന് നാം ഒരേ തരക്കാറായിരുന്നു, ഇന്ന് ഞാൻ മുതലാളിയാണ്. പക്ഷേ എന്റെ മുമ്പിൽ നീ ഇന്നും പരമു തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത പരമു. എടാ, നിനക്ക് നിന്റെ മോളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് എന്റെ കുഞ്ഞിനോടുണ്ടടാ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് നീ എനിക്കിത് വരണം. അടിച്ചുകളിക്കാരുടെ മാനെ കൊണ്ട് അമ്പരം വിഴുങ്ങിച്ചവനാണ് ഞാൻ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയിൽ അപവാദം അടിച്ചേൽപ്പിച്ചവനാണ് ഞാൻ. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി വാദിച്ച ശിവനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. എനിക്കിത് കിട്ടണം. വെളിച്ചപ്പാടെ, മര്യാദ വഴികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ നീ എന്നെ കൊല്ലുമായിരിക്കും. അതിനു മുൻപ് എനിക്ക് നിന്റെ മുഖം മൂടി പൊളിച്ചു മാറ്റണം. ഇനി നിനക്ക് രക്ഷയില്ല. പരമു, നിന്റെ കഴുത്തിൽ കാലൻ കയറ് മുറുക്കി തുടങ്ങി. എന്താ കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? ശിവൻ സർവ്വവ്യാപിയാണ്. എനിക്ക് താല്പര്യമുള്ളവരുടെ ചുറ്റും ഞാൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. കുഞ്ഞെ, ആ ദുഷ്ടൻ എന്റെ മോളെ. ദുഷ്ടൻ നിങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവം അല്ലേ? അവനെ ദൈവമാക്കിയത് ഞാനും കൂടി ചേർന്നാണ്. കുഞ്ഞിനറിയില്ല, ഈ നാട്ടുകാരുടെ എല്ലാം വാമൂടി കെട്ടിയാണ് അവൻ മുതലാളിയായത്. അതിനു മുമ്പ് അവൻ ആരായിരുന്നെന്ന് കുഞ്ഞിനറിയാമോ? അടിച്ചു തെളിക്കാരി പാർവമ്മയുടെ മകൻ, നിത്യവും പടച്ചോറിന് വേണ്ടി പൂജാരിയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന പരമു. ദേവിയുടെ സ്വർണ്ണ വിഗ്രഹം മോഷ്ടിക്കുമ്പോൾ തടുക്കാനെത്തിയ പൂജാരി അമ്പലക്കുളത്തിൽ മുക്കിക്കൊന്ന പരമേശ്വരൻ പിള്ള. അന്ന് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു അല്ലേ? അന്ന് നിങ്ങളുടെ ക്രൂരതയുടെ മുഖം നേരിട്ട് കണ്ട പൂജാരിയുടെ മകനെ ഓർമ്മയുണ്ടോ? സുധാകരൻ. ഓർമ്മയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഈ മുഖത്തേക്ക്.
അതെ, സുധാകരൻ. അടങ്ങാത്ത പ്രതികാരദാഹവുമായി തിരിച്ചു വന്ന സുധാകരൻ. എന്നെ ശിക്ഷിക്കുവിഞ്ഞ് തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അവകാശമില്ല. ഞാൻ ശിക്ഷിക്കാതെ തന്നെ വേണ്ടത്ര ശിക്ഷ അനുഭവിച്ചവനാണ് നിങ്ങൾ. കുഞ്ഞേ, എനിക്ക് അവനോട് പകരം ചോദിക്കണം. അവൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും ഞാനത് പറയാം. ശരി, വെളിച്ചപ്പെടുപ്പ പോകൂ. നമുക്ക് നാളെ കാണാം. എനിക്ക് കുറച്ച് ജോലികൾ കൂടിയുണ്ട്. കാലൻ കയറുമുറുക്കുന്നത് ഞാനും കണ്ടു. അത് എനിക്കോ നിനക്കോ? എങ്ങനെ ചാകാതിരിക്കും? പെമ്പിള്ളേര് പിഴച്ചു പോയാൽ അഭിമാനമുള്ള തന്തമാർ പിന്നെ ആത്മഹത്യ അല്ലാതെ എന്ത് ചെയ്യും? ശരിയാ, 4 പേരുടെ മുഖത്ത് നോക്കണ്ടേ? ആ തങ്കമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടത്തെക്കാളേറെ ദേഷ്യ വരണത്. അച്ഛനെ കൊല്ലിച്ചു, ആരുടെ കൊച്ചിനെ വയറ്റിലാക്കി. ഇനി അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒക്കുവോ? എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, എന്റെ പൊന്ന് തങ്കപ്പേട്ട എന്നെ കെട്ടിക്കോ കെട്ടിക്കോ എന്ന്. എനിക്കെന്തേ മനസ്സിലായി അവൾ അല്പം പെശകാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. കാര്യം ഞാൻ എല്ലാവർക്കും പരസഹായം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ പെണ്ണ് പിഴച്ചു പോയില്ലേ. ഏത് ദ്രോഹിയാണ് അവളെ പഴപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോ എന്റെ ദൈവമേ, അവന്റെ തലയില് തങ്കമണി, നീ എന്നോട് ക്ഷമിക്ക്. അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അതിന് പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. നിനക്ക് നല്ലൊരു കല്യാണം ഞാൻ നടത്തിവെക്കും. വേണ്ട മുതലാളി, എനിക്കിനിയൊരു ജീവിതം വേണ്ട. അങ്ങനെ പറയരുത്. തങ്കപ്പന് നിന്നെ ജീവനാണ്. പക്ഷേ മറ്റൊരാളുടെ കുട്ടിയെ അവനിൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് നമുക്കതങ്ങ് കളയാം. ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ദൈവം എനിക്ക് മാപ്പ് തരില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ഇതാ, ഇത് കുടിച്ചാൽ മതി. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാവും. നാളുകൾ നീണ്ടുപോയാൽ ഇതുകൊണ്ടും കഴിഞ്ഞില്ലെന്ന് വരും. കുടിക്കേ. തങ്കമണിയുടെ മരണത്തെ പറ്റി വല്ല അറിഞ്ഞോ ജമാലെ? ഓ, അതും വെളിച്ചപ്പാടിനെ പോലെ ആത്മഹത്യ തന്നെ. ദുർമരണങ്ങളെ പറ്റിയേ കേൾക്കാനുള്ളൂ. എങ്ങനെ മരിച്ചാലും അത് ആത്മഹത്യയാക്കി മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടുകാർക്ക് കൂടുതലാണ്. ആ പെണ്ണൊരുത്തി കാരണം ആ ഒരു കുടുംബം തകർന്നത്. ആ തള്ളയില്ലാത്ത കുട്ടിയല്ലേ, വഴി തെറ്റാൻ എളുപ്പമായിരുന്നു. പിന്നെ വെളിച്ചപ്പാടിന്റെയും മകളുടെയും മരണത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുള്ള കാര്യം പുറത്താരും അറിയണ്ട. രണ്ടും കൊലപാതകമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. വാസു നമ്മളോടൊപ്പം തന്നെ ഉണ്ടല്ലോ.
വേണ്ട സമയത്ത് തെളിവ് കൊടുക്കാം. രവിയേട്ടാ, നീ വന്നത് ആരെങ്കിലും കണ്ടോ? ഇനിയും വിളിക്കാൻ എനിക്ക് കഴിയില്ല രവിയേട്ടാ. ഒളിക്കാൻ ആര് പറഞ്ഞു? ഒരുവിധം എല്ലാവരും അറിഞ്ഞു. ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്? കല്യാണം നടത്തിക്കൂടെ? രവിയേട്ടനല്ലേ തീരുമാനിക്കേണ്ടത്? നീയും ശിവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ ഞാനാരാ? നാട്ടുകാർ മുഴുവൻ പറയുന്നതാണ് നിന്റെ വയറ്റിൽ വളരുന്നത് ശിവന്റെ കുഞ്ഞാണെന്ന്. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, സത്യം നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. എന്നെ പങ്കെടുക്കണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയരുത് രവിയേട്ട. രവിയേട്ടന് മാത്രമേ എന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ. എനിക്കൊരു ജീവിതം തരേണ്ടത് രവിയേട്ടനാണ്. എങ്കിൽ ഈ നാട്ടുകാരന്റെ തല്ലിക്കൊല്ലും. ഒരു അന്യ നാട്ടുകാരനുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഞാനെങ്ങനെ ഭാര്യയാക്കും? ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛന്റെ അന്തസ്സിനെങ്കിലും മാനിക്കല്ലേ? രവിയേട്ട, ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ജോലിക്കാർ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതാണ് നല്ലത്.